അനധികൃതമായി മണ്ണെടുത്തതോടെ മലപ്പുറം മേട്ടിയൂർ പഞ്ചായത്തിൽ പാലേമ്പറമ്പ് പ്രദേശത്ത് തുടർച്ചയായി മണ്ണിടിച്ചിൽ തുടർന്നാൽ വടക്കുംപുറം ചേനാടൻകുളമ്പ് പ്രദേശത്തെ 60ഓളം വീടുകൾ തകരും. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കുന്നാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. ശിവദാസ് കന്മനം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മലപ്പുറം ജില്ലയിൽ ഇത്തരത്തിൽ പല ഇടങ്ങളിലും അനധികൃതമായി മണ്ണെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വലിയ കുന്നുകളൊക്കെ അനധികൃതമായി മണ്ണെടുക്കുന്നു. പല ഇടങ്ങളിലും വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ തന്നെ എടയൂർ പഞ്ചായത്തിലെ പാലേപ്പറമ്പ് എന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു വലിയ കുന്ന് ആണ് ഇത്. അതായത് വാഹനം പോലും കടന്നു വരില്ല. ഏകദേശം നടന്ന മുക്കാൽ മണിക്കൂർ നടന്നു വേണം ഈ കുന്നിന്റെ മുകളിലേക്ക് എത്താൻ. അത്തരത്തിലുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ നിന്നും മണ്ണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ തുടർച്ചയായി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പല ഇടങ്ങളിൽ മണ്ണ് ഇടിഞ്ഞ് താഴത്തേക്ക് വീണിട്ടുണ്ട്. ഇപ്പോൾ അത് മറച്ചു വെക്കുന്നതിന് വേണ്ടി ഈ സ്ഥലം വാങ്ങിയ വ്യക്തി ഇപ്പോൾ അത് തേർപ്പായ വെച്ച് മറച്ചിരിക്കുകയാണ്. ഇതിന്റെ മുകളിൽ തന്നെ വലിയ വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ആ വിള്ളലുകൾ മറച്ചു വെക്കുന്നതിന് വേണ്ടി തേർപ്പായ വെച്ച് മൂടിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇനിയും ശക്തമായി മഴ പെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ വലിയൊരു മണ്ണിടിച്ചിൽ അടക്കം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതിന് തൊട്ടു താഴെയുള്ള സ്ഥലങ്ങളിൽ ഏകദേശം 60ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. വലിയ ജീവന് ഭീഷണി ആണ് അവർ അവിടെ താമസിക്കുന്നത്. ഏത് സമയത്തും ഇത്തരത്തിൽ വലിയ ഒരു അപകടം ഉണ്ടാകുമ്പോൾ അവരുടെ ജീവന് ഭീഷണി ഉണ്ടാകും എന്ന ഭയത്തോടു കൂടിയാണ് അവർ അന്തി ഉറങ്ങുന്നത് പോലും. അത്തരത്തിൽ പേടിയോടെ ഇനിയും മണ്ണെടുക്കുമ്പോൾ അല്ലെങ്കിൽ നിലവിലെ ഒരു സാഹചര്യം എങ്ങനെ? ഇവിടെ സാഹചര്യം ഇപ്പൊ ഇവര് വന്നിട്ട് ഇവിടെ ഒന്ന് തെറ്റ് പറ്റാതെ സമ്മതിച്ചു തരണം. ഇത് കണ്ട ഒരു കാര്യമില്ലാതെ നമ്മളെ മെക്കെട്ട് കയറാണ്. ഇതിപ്പോ വീടുകൾക്ക് ഭീഷണിയായിട്ടില്ല. ഇല്ല, നമ്മള് ഉറങ്ങിയിട്ട് കുറെ കാലമായി. എന്ന് ഉറങ്ങിയാന്ന് വെച്ചിട്ടാ ഇത് എപ്പോഴാ പൊട്ടി വരാന്നറിയില്ല. ഇന്നലെയൊക്കെ മഴയത്തൊക്കെ ഇങ്ങനെ പൊട്ടി വന്നിരുന്നു. ഇവിടെ മണ്ണ് ഇത്ര കാലിന്റെ മുട്ടിന്റെ ഹൈറ്റോളം മണ്ണ് അടിയിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഇതിപ്പോ ഒരു തോട് പോലെ ഒരു ചാല് പോലെ ഇരിക്കണ്. ഇതിക്ക് എന്തായാലും വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ പ്രശ്നമാണ്. പിന്നെ ഇയാളോട് ഷീറ്റ് ഇടാൻ പറഞ്ഞ് ഇയാൾ ഇന്നലെ ഇട്ടിട്ടില്ല. ഇന്നലെ ഇട്ടിക്കണ ഈ ₹2 ഷീറ്റ് ഇട്ടിട്ട് കാര്യമില്ല. വെള്ളം അടിക്ക് ഇറങ്ങാത്ത രീതിയിൽ ഷീറ്റ് ഇടണം. നല്ല ശക്തമായ മഴ പെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഈ വീടിന്റെ ഭാഗങ്ങൾ മൊത്തത്തിൽ പോവും. താഴത്തേക്ക് വരുന്ന ഒരു സാഹചര്യം പോവും. പിന്നെ ഇയാളോട് പറയുമ്പോ ഇയാൾ എന്താ പറയണിച്ചിട്ടാ അത്യാവശ്യം ചോറുന്ന ആൾക്കാരെ പറഞ്ഞു ഒരു ഒന്ന് 25-30 വീടുകളൊക്കെ ഉണ്ടാവും അടിയില്. ഭാഗങ്ങളായിട്ട് 10-60 വീടുകൾ ഉണ്ടാവും. ഈ തെറ്റ് പറ്റാ സമ്മതിച്ചു തരുന്ന ആള് തെറ്റ് പറ്റാ സമ്മതിച്ചു തരുന്ന അവർക്ക് തെറ്റ് പറ്റും. എന്നിട്ട് ഇയാള് കൊണക്കണ വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നമ്മൾ ചെയ്യാ? അതാണ് നാട്ടുകാർ പറയുന്നത്. അതായത് ഇത് ഉടമയോട് തന്നെ പലപ്പോഴും ഈ കാര്യങ്ങളൊക്കെ തന്നെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ആ ഉടമ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മോശമായിട്ടാണ് നാട്ടുകാരോട് അടക്കം സംസാരിക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രദേശവാസികൾ പറയുന്നത്. കാരണം ജീവന് ഭീഷണി ആയിട്ടാണ് അവർ അവിടെ കഴിയുന്നത്. ഇപ്പോഴും അത് തുടരുന്നു. മഴക്കാലം ഇപ്പോഴും ആണ്. അതുകൊണ്ട് തന്നെ ഇനിയും ശക്തമായി മഴ പെയ്യുകയാണെങ്കിൽ ഏത് നിമിഷവും വലിയ ദുരന്തം തന്നെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട് ഈ പ്രദേശത്ത്.